തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെയുള്ള ഭരണഘടനാ സ്ഥാപനങ്ങളും കേന്ദ്ര അന്വേഷണ ഏജൻസികളും BJP താൽപര്യങ്ങൾ സംരക്ഷിക്കാനായി നിലകൊള്ളുകയാണെന്ന ആക്ഷേപം ശക്തമാണ്. പോളിംഗിന്റെ കൃത്യമായ കണക്കുകൾ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടുന്നില്ല. അതുകൊണ്ട് തന്നെ ഫലപ്രഖ്യാപനവും അനന്തര നടപടികളും പ്രതിപക്ഷ കക്ഷികൾ തികഞ്ഞ ജാഗ്രതയോടെ കൈകാര്യം ചെയ്യേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കടുത്ത മത്സരം നടന്ന മണ്ഡലങ്ങളിൽ ഫലം പ്രഖ്യാപിക്കുന്നത് കമ്മീഷൻ മനഃപൂർവ്വം നീട്ടിയെന്ന് ആരോപണമുയർന്നു. ഇത്തരം പല മണ്ഡലങ്ങളിലും BJP നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. അർദ്ധരാത്രിക്ക് ശേഷമായിരുന്നു ഫലപ്രഖ്യാപനങ്ങൾ. ഇതിനെതിരെ RJD പരാതി നൽകിയെങ്കിലും തുടർ നടപടികൾ കമ്മീഷന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. കയ്യൂക്കും പണവും അധികാരവും ഉപയോഗിച്ച് പല സംസ്ഥാനങ്ങളിലും ജനവിധി അട്ടിമറിച്ചിട്ടുണ്ട് BJP. മറ്റു കക്ഷികളുടെ നേതാക്കളെ ഭീഷണിപ്പെടുത്തിയും സമ്മർദ്ദത്തിലാക്കിയും കൂടെ നിർത്താൻ BJP ശ്രമിക്കുമെന്ന് ഉറപ്പാണ്. മഹാരാഷ്ട്രയിൽ NCPയെയും ശിവസേനയും പിളർത്തി. മധ്യപ്രദേശ്, ഗോവ, അരുണാചൽ പ്രദേശ്, മണിപ്പൂർ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് നിയമസഭാ കക്ഷിയിൽ നിന്ന് കൂട്ടത്തോടെ കൂറുമാറ്റം സംഘടിപ്പിച്ചു. നിതീഷ് കുമാറിനെ വരുതിയിൽ വരുത്താൻ JDUവിനെ പിളർത്താൻ ശ്രമിച്ചു. പ്രതിപക്ഷ എംപിമാരെ കൂട്ടത്തോടെ സസ്പെൻഡ് ചെയ്ത് പാർലമെന്റ് നടപടിക്രമങ്ങൾ ഏകപക്ഷീയമാക്കാൻ ശ്രമിച്ച 5 വർഷമാണ് കടന്നുപോയത്. എന്തിനേറെ പ്രതിപക്ഷ കക്ഷികൾ പാകിസ്ഥാനെ പിന്തുണയ്ക്കുന്നവരാണെന്ന് പറയാൻ പ്രധാനമന്ത്രി തയ്യാറായി. അധികാരത്തിൽ കടിച്ചു തൂങ്ങാൻ ഏതു മാർഗവും മോദി സ്വീകരിക്കുമെന്ന ആശങ്ക ഉയരുന്നത് ഈ സാഹചര്യത്തിലാണ്.